ടാൻജന്റ്. ഇതാ എത്ര ടാൻജന്റ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാനായിട്ട് പറ്റും. ഇങ്ങനെ പോകുന്നതെല്ലാം എന്താണ്? ടാൻജന്റുകളാണ് അല്ലേ? ഇങ്ങനെ പോകുന്നതെല്ലാം എന്താണ്? ടാൻജന്റ്. ടാൻജന്റിന്റെ ഓരോ പ്രത്യേകതയും നമ്മൾ പഠിച്ചതാണ്. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ടാൻജന്റിലൂടെ ടാൻജന്റും റേഡിയസും തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എത്ര ആംഗിൾ ആണ്? 90 ഡിഗ്രി ആയിരിക്കും. ടാൻജന്റും റേഡിയസും തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്നത് 90 ഡിഗ്രി ആയിരിക്കും. 140, 120, 100 ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയായിരിക്കും വരുന്നത്? ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ സി. ഇവിടെ എത്രയായിരിക്കും വരുന്നത്? ക്രിയേറ്റ് ആവുന്നത് ആംഗിൾ എത്രയായിരിക്കും? 40 ആയിരിക്കും. എന്താ കാര്യം? 180 മൈനസ് 140. 180 മൈനസ് 140 ആണ് ഇവിടെ വരുന്നത്. ദാറ്റ് ഈസ് 40 ഡിഗ്രി ആയിരിക്കും. ഇവിടെ വരുന്നത് എന്തായിരിക്കാം? 60. 180 മൈനസ് 120 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 60 ഡിഗ്രി ആംഗിൾ ബി കിട്ടും. ഇവിടെ ആംഗിൾ എ ആണ്, ഇവിടെ ആംഗിൾ ബി ആണ്, ഇവിടെ ആംഗിൾ സി. ആംഗിൾ സി എന്ന് പറഞ്ഞാൽ 180 മൈനസ് 100 ദാറ്റ് ഈസ് 80 ഡിഗ്രി. ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ മോഡൽ വരും. സിമ്പിൾ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചു വന്നാലോ? ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? ഇവിടെ എത്ര ആയിരിക്കും? ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ എത്ര? ഇവിടെ എത്ര? എത്ര? ഇങ്ങനെ വേണം എടുക്കാൻ. മനസ്സിലായ? അപ്പൊ ഏത് രീതിയിലും വരും. ഇവിടെ ആംഗിൾ തന്നിട്ട് അകത്തത് ചോദിക്കാം, അല്ലെങ്കിൽ അകത്തത് തന്നിട്ട് പുറത്ത്. ആംഗിൾ ഒ എന്ന് പറഞ്ഞിരിക്കുന്നത്, ആംഗിൾ എ ഒ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് 120 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ പി എത്ര ആയിരിക്കും? ആംഗിൾ പി എത്ര ആയിരിക്കും? 120ഉം 60. സൈക്ലിക് അല്ലേ? ആംഗിൾ എത്ര വരും? 60 ഡിഗ്രി ആയിരിക്കും വരുന്നത്. ഇനി പി എ എന്ന് പറയുന്നത് 4 ആണെന്നുണ്ടെങ്കിൽ, പി എ എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണെങ്കിൽ പി ബി എത്രയായിരിക്കും? 4 തന്നെ ആയിരിക്കും. കാരണം ഔട്ടർ പോയിന്റിൽ നിന്ന് വരുന്ന ടാൻജന്റുകളുടെ ലെങ്തുകൾ എന്തായിരിക്കും? ആയിരിക്കും. അതുകൊണ്ട് ഇത് എന്തായിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ എ സി ബി എത്രയായിരിക്കും? ആംഗിൾ എ സി ബി എത്രയായിരിക്കും? ആംഗിളിന്റെ പകുതി ആയിരിക്കും. എത്രയായിരിക്കും അത്? 60 ഡിഗ്രി ആയിരിക്കും. സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ആംഗിൾ എ ഡി ബി എത്രയായിരിക്കും? ആംഗിൾ വെരി ഗുഡ്. ആംഗിൾ എ ഡി ബി ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും 180 നിന്ന് ഇവിടെയുള്ള ഏറ്റവും മുകളിൽ തട്ടിയിരിക്കുന്നത് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ 180 നിന്ന് 60 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 120 ഡിഗ്രി കിട്ടും. ഇത്രയും ഈ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ടാൻജന്റുമായി ബന്ധപ്പെട്ട്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ആംഗിൾ എപ്പോഴും ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വേണം എഴുതാൻ. ആംഗിൾ പി എ ബി എത്രയായിരിക്കും? ആംഗിൾ പി ബി എ എത്രയായിരിക്കും? ആംഗിൾ പി എത്രയായിരിക്കും? ക്വസ്റ്റ്യൻ വന്നാൽ ആംഗിൾ ഒ എ ബി എത്രയായിരിക്കും? അപ്പൊ ഇവിടെ സെൻട്രൽ ആംഗിൾ എത്ര വന്നിരിക്കുന്നത്? 100 ആണ്. 100 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇവിടെ ഇങ്ങനെ ചിന്തിക്കണം. ഇവിടെ നേരെ കൂട്ടി മുട്ടിച്ചാൽ ഇവിടെ എത്ര വരും? 50. ഈ സർക്കിളിന്റെ ഈ ഭാഗത്ത് തട്ടിയ ഇതായിരിക്കും ഇവിടുത്തെ ആംഗിൾ. ഇവിടുത്തെ ആംഗിൾ എത്രയാ? 50. അങ്ങനെയാണ് ഇവിടെ എന്ത് വരുന്നത്? സെൻട്രൽ ആംഗിളിന്റെ പകുതി എടുക്കുക, അതിന്റെ 2 എണ്ണം ആയിരിക്കും ഇപ്പുറത്തെ ഭാഗത്ത് വരുന്നത്. അപ്പൊ 50. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 80 ആയിരിക്കും ഇവിടെ വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 100 ആണെങ്കിൽ ഈ 2 ഭാഗവും വീതിക്കുമ്പോ എത്ര വരും? 40ഉം, കാരണം റേഡിയസും ടാൻജന്റും കൂടി ക്ലിയർ ചെയ്യുമ്പോ എത്ര വരും? ഇവിടെ 90 വരുന്നത്. അപ്പൊ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 40. കണ്ടോ? ഇത്രയും നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ